അങ്ങനെ നമ്മള് പുതിയ രാജ്യത്ത് ലാൻഡ് ചെയ്തു. ഇതേതാ രാജ്യം എന്നല്ലേ? ഇതാണ് നമ്മുടെ സ്വന്തം ലിത്വാനിയ. അതെ, അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മൾ നമ്മുടെ ലിത്വാനിയയിൽ തന്നെ വന്നു. ലിത്വാനിയയിൽ എന്റെ പഠിപ്പ് കഴിഞ്ഞെങ്കിലും എനിക്ക് ഇനി ഒരു വർഷം കൂടി ലിത്വാനിയയിൽ നിൽക്കാം. സത്യത്തില് ഈ ഒരു വർഷം മൊത്തം യൂറോപ്പ് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊന്നും ഇപ്പൊ എന്റെ പൈസയേ ഇല്ല. ഉള്ളത് മൊത്തം ജർമ്മനിയിൽ പൊടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഫ്ലൈറ്റ് പിടിച്ചത്. ഇത്തവണ ലിത്വാനിയയിൽ വന്നിറങ്ങിയ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എനിക്ക് സ്വന്തമായിട്ട് ഒരു കിടപ്പാടം പോലും ഇപ്പൊ ലിത്വാനിയയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കൂട്ടുകാരന്റെ കൂടെയാണ് ഇനി കുറച്ചു കാലം താമസിക്കാൻ പോണത്. ഞാൻ നാട്ടിൽ പോകണില്ലെന്ന് കുറെ പേര് എന്നോട് ചോദിച്ചു. നാട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടില്ല. ഇവിടെ കുറച്ചുകൂടി പണികൾ തീർത്താലേ നമുക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അവസാനം നമ്മൾ അപ്പാർട്ട്മെന്റിൽ എത്തി. ഇനി കുറച്ചു കാലത്തേക്ക് ഇതാണ് നമ്മുടെ താമസ സ്ഥലം. സത്യത്തിൽ എന്റെ ബാഗിൽ നിന്ന് എല്ലാം പുറത്തേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ഒരു 3.5 മണിക്കൂർ മുന്നേ വരെ ഞാൻ ജർമ്മനിയിലായിരുന്നു. ജസ്റ്റ് ഒരു 3.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത രാജ്യത്തെത്തി. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോണ പോലെയാണല്ലോ ഇതെന്ന്. സംഭവം അങ്ങനെ തന്നെയാണ്. കാരണം ഇവിടെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യാൻ ഫ്ലൈറ്റ് വഴിയാണെങ്കിൽ അധികം സമയമൊന്നും എടുക്കില്ല. അങ്ങനെ നമ്മുടെ ജർമ്മൻ ഡയറീസ് ഇവിടെ അവസാനിച്ച് ഇനി കുറച്ചു കാലത്തേക്ക് ലിത്വാനിയൻ ഡയറീസ് തുറക്കാൻ സമയമായി. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം മഹാൻ. കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.